നമസ്കാരം. അഗാക് ഇന്റീരിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്റീരിയർ ഡിസൈനർ ഡെന്നി അബ്രഹാം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പല മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ബേസ് മെറ്റീരിയൽ ആണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബേസ് മെറ്റീരിയൽ നിങ്ങളുടെ വീട് ഇന്റീരിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങളുടെയാണെന്നത് നിങ്ങളുടെ കാലാവസ്ഥയും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ സ്വഭാവം, അതിൻ്റെ ഗുണം, ദോഷം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഒരു എപ്പിസോഡായിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഒന്നിച്ച് ഇത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു എപ്പിസോഡായിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ എപ്പിസോഡ്സും ആണെന്നുള്ളത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസും ആണെന്നുള്ള അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം ഈ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ ഈ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ആക്ച്വലി. കാരണം എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ടീമിൻ്റെ അടുക്കൽ വരുന്നതായിട്ടുള്ള ഒരു സംശയങ്ങൾ, അതായത് ക്ലയൻസ് ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള സംശയങ്ങളാണ് ഞാൻ എപ്പോഴും വീഡിയോ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്ഥിരം വരുമാനം മാർഗമല്ല ആക്ച്വലി യൂട്യൂബ്. കാരണം പിന്നീട് ഇവരെ ക്ലയൻസിനെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിൽ മാത്രം ചെയ്യുന്ന വീഡിയോസാണ് ഇത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ വീഡിയോസ് ഉണ്ടാകുകയില്ല. കാരണം ഞാൻ ബിസിനസ്സിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കാണത്തുള്ളൂ. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ ആണെന്നൊരു ചിപ്പ് ബോർഡ്, വെളി രാജ്യങ്ങളിലൊക്കെ ആണെന്നുള്ള ഇതിൻ്റെ പേര് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വുഡ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ മൾട്ടി വുഡ് അല്ല. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ചിലർ വന്നിട്ട് നമ്മളെടുക്കൽ മൾട്ടി വുഡ് എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ചിപ്പ് ബോർഡ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയും. നിങ്ങൾ ഈ കാണുന്നതാണ് പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ ചിപ്പ് ബോർഡ്. നിങ്ങൾക്ക് ഈ സൈഡിൽ കണ്ടു കഴിഞ്ഞാലാണെന്നുള്ള ചിപ്പ് ബോർഡ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കുറച്ച് ചെറിയ ചെറിയ ഗ്യാപ്സ് ഇങ്ങനെയൊക്കെ ഒരു സ്മൂത്ത് ഫിനിഷ് ആയിരിക്കുകയല്ല. ഇത് പ്ലെയിൻ ബോർഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെയാണെന്നൊരു പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് ഒക്കെ ആണെന്നുള്ള അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്ലെയിൻ ബോർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വുഡൻ ചിപ്സ്, അതായത് ചെറുതായിട്ടാണെന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മാറുന്നതായിട്ടുള്ള വുഡിൻ്റെ ചിപ്സിനെയാണെന്നുള്ള ഒരുമിച്ചാണെന്നുള്ള പ്രസ് ചെയ്തിട്ട്, അതായത് ഗ്ലൂ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഷീറ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിനെ പ്രഷർ കൊടുത്ത് ഇതിനൊരു ഷീറ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. എന്നിട്ട് 4 സൈഡും ആണെന്നുള്ള കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്ന പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ പാർട്ടിക്കിൾ ബോർഡ് ആണെന്നുള്ള ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ല ചിപ്പ് ബോർഡ് ഉണ്ടാക്കിയെടുക്കുന്ന രീതി അങ്ങനെയാണ്. ഇതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഏറ്റവും ലോ കോസ്റ്റിൽ, ഇനിയിപ്പോൾ ഇതിലും താഴ്ന്നൊരു മെറ്റീരിയൽ നമ്മുടെ മാർക്കറ്റിലില്ല. ആക്ച്വലി ഏറ്റവും ലോ കോസ്റ്റിൽ നമ്മൾക്ക് ഫർണിച്ചർ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. കാരണം ഇതൊരു വേൾഡ് മാർക്കറ്റിലാണെന്നുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെഡിമെയ്ഡ് ആണെന്നുള്ള ഫർണിച്ചേഴ്സ്, ഇപ്പം നമ്മൾ എല്ലാ വലിയ ഫേമസ് ബ്രാൻഡുകളുടെയും എടുക്ക പോയാൽ നമ്മളുടെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഐറ്റംസും ആണെന്നുള്ളത് മേക്ക് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്കിൾ ബോർഡ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിപ്പ് ബോർഡ് വെച്ചിട്ടായിരിക്കും. കാരണം ഇതിന് വേൾഡ് മാർക്കറ്റിലാണെന്നുള്ള വലിയ സ്ഥാനമുണ്ട്. കാരണം ഇത് കേരളത്തിൽ മാത്രമേ ആക്ച്വലി ആണെന്നുള്ള ഇതിന് വലിയ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഇല്ലാത്തത്, കുറവുള്ളത്. പക്ഷെങ്കിൽ കേരളത്തിന് പുറത്തോട്ടുള്ള വേറെ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെയാണെന്നുള്ള ഇന്ത്യക്ക് പുറത്തോട്ട് ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ആണെന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കി ആണെന്നുള്ള നമ്മളെ കിച്ചൺ പോലും ആണെന്നൊരു മേക്ക് ചെയ്യുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മേജർലി എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. ഏറ്റവും ലോ കോസ്റ്റിലാണെന്നൊരു നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രീ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഇതും കിട്ടും. പ്രീ ലാമിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ അടുക്ക പറയുകയാണെങ്കിൽ ഇതൊരു പ്ലെയിൻ ബോർഡാണ് ഈ കാണുന്നത്. സൈഡ് ആയിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണെന്നുള്ള പ്രീ ലാമിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് പ്രീ ലാമിനേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പുറത്താണെന്നുള്ള നമ്മൾക്ക് ഒരു പേപ്പർ കോട്ടിങ് വരും. GSM വ്യത്യാസമുണ്ട് ഓരോ കമ്പനികളുടെയും ആണെന്നുള്ള. ഈ പേപ്പറിൻ്റെ GSM ആണെന്നുള്ള ചിലർ ഇമ്പോർട്ടഡ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ GSM ഒക്കെ അനുസരിച്ചാണെന്നൊരു ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ കമ്പനിക്ക് ഡിഫറെൻ്റ് ആയിട്ടാണെന്നൊരു റേറ്റുകളും കാര്യങ്ങളും ഇതിൻ്റെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഇതിൻ്റെ 2 സൈഡിലും 2 ഷെയ്ഡ്സ് ആണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതൊരു സാമ്പിൾ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പേപ്പർ വെച്ചിട്ട് ആണെന്നുള്ള വരുമ്പോൾ ആണെന്നുള്ള പേപ്പറാണ് കോട്ട് ചെയ്തിരിക്കുന്നത് 2 സൈഡിൽ അപ്പുറം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് ആണെന്നൊരു കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ടാണെന്നൊരു കുറവ് വരും. അപ്പോൾ നമ്മൾ മൈക്ക പ്രസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മൈക്ക എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റ് 1 mm തിക്നെസ്സിലുള്ള മൈക്കയാണ്. അത് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളാണെന്നുള്ളത് ഇതിലും പ്രസ് ചെയ്യാം ആക്ച്വലി. പക്ഷേ ബോത്ത് സൈഡിൽ 2 സൈഡിലും നമ്മളാണെന്നൊരു ഒരേപോലെ ആണെന്നുള്ളത് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഒരേ തിക്നെസ്സിലുള്ളത് പ്രസ് ചെയ്തില്ല എങ്കിൽ ഇതിനാണെന്നുള്ള ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഈ പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ ചിപ്പ് ബോർഡിന്റെ ആണെന്നുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ആണെന്നുള്ള ഇതിന്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഇതിനെ സ്ക്രൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ഇത് ഒന്നിൽ കൂടുതൽ തവണ സ്ക്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നീടാണെന്നുള്ള ഹിഞ്ചസോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുള്ള വിട്ടുപോരും. പിന്നെ നമ്മൾക്കാണെന്നുള്ള അത് പിന്നെ ആ ഒരു പീസെ മാറ്റിയിട്ട് വേറൊരു പീസ് ചെയ്യാൻ മാത്രമേ നമുക്ക് അവിടെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അതേപോലെ തന്നെയാണെന്നുള്ള ഇത് വെള്ളം പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ്. സാധ്യത ഉണ്ടെന്നല്ല, 100% ഇത് വെള്ളം പിടിക്കും. വെള്ളം പിടിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു കാരണവശാലും ആണെന്നുള്ള വെള്ളം പിടിക്കുന്ന ഏരിയയിൽ ഒന്നും തന്നെയാണെന്ന് യൂസ് ചെയ്യാൻ പാടില്ല. വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീർത്ത് ബൾജ് ചെയ്തിട്ടാണെന്നുള്ള വരും, ഡാമേജ് ആവും, നശിച്ചു പോകും. അപ്പോൾ ഒരു കാരണവശാലും വെള്ളം പിടിക്കുന്ന ഏരിയയിലാണെന്നുള്ള ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ആണെന്നുള്ള ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലവും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥലം കൂടെ പറഞ്ഞുതരാം. കിച്ചണിലേക്കാണെന്നുള്ള ഒരു കാരണവശാലും ആണെന്നുള്ള ഈ പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് കിച്ചണിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വെള്ളം നമ്മളുടെ ഒരു കുക്കിംഗ് രീതിയൊക്കെ വെച്ചിട്ടാണെന്നുള്ള കിച്ചണിലേക്കാണെന്നുള്ള ഈ പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെയാണെന്നുള്ള യൂസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് വാഷ് കൗണ്ടറിലും പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബ്സ്, ക്രോക്കറി ഷെൽഫ്, അതേപോലെ തന്നെയാണെന്നുള്ള നമ്മളുടെ ഡൈനിങ് ടേബിൾ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ TV യൂണിറ്റ്, അതേപോലെ അങ്ങനെയുള്ള ഫർണിച്ചർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം മൂവബിൾ ആയിട്ടുള്ള ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ മേക്ക് ചെയ്യുന്നതിനാണെന്നുള്ള നല്ല സാധനം തന്നെയാണ്. കാരണം ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തേക്കാണെന്നുള്ള നമ്മൾ മൈക്ക പ്രസ് ചെയ്തിട്ടാണ്. അതിപ്പോൾ പ്ലെയിൻ ബോർഡാന്ന് പറഞ്ഞു നേരത്തെ കണ്ടതാണെന്നുള്ള നമ്മളുടെ 2 ഇതുണ്ട്, അതായത് പ്രീ ലാമിനേറ്റഡ് ബോർഡും ഉണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ ബോർഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആണെന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലുള്ള മെറ്റീരിയലാണ് ഇത് എപ്പോഴും. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ആണെന്നുള്ള 2 സൈഡിലും ഒരേ തിക്നെസ്സിലുള്ള മൈക്ക യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആണെന്നൊരു ഇത് ബെൻഡ് ആവും. അങ്ങനെ ഒരു സാധ്യത ഇതിനകത്ത് ഉള്ളതാണ്. അതേപോലെ ഇതിന്റെ ഫിനിഷസ് ആണെന്നുള്ള ആണ് അടുത്ത കാര്യം. അതായത് ഫിനിഷസ് ആണെന്നുള്ള നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മൈക്ക പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ രണ്ടും ഒരേ തിക്നെസ് യൂസ് ചെയ്യുക. പിന്നീടാണെന്നുള്ള നമ്മൾക്ക് PU പെയിന്റ് ചെയ്യുന്നതിന് ഇത് ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അരിക് എപ്പോഴും ആണെന്നൊരു റഫ് ഫിനിഷസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണെന്നുള്ള എക്സ്പോസ്ഡ് ഏരിയയിലാണെന്നുള്ള ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് കർവ് ചെയ്യുക. അപ്പോൾ അതൊരു നല്ല രീതിയിൽ ഇത് കിട്ടാനുള്ള സാധ്യത എപ്പോഴും കുറവാണ്. അപ്പോൾ ഇത് റൂട്ടർ ചെയ്യുക എന്നൊക്കെ പറയുന്നതൊരു ബുദ്ധിമുട്ടാണ്. ചിപ്പ് ചെയ്ത് പൊളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് PU പെയിന്റ് ആണെന്നുള്ള യൂസ് ചെയ്യാതിരിക്കുക. ഇതിലേക്കാണെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രീ ലാമിനേറ്റഡ് ആയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെയാണെന്നുള്ള 2 സൈഡിലും ആണെന്നുള്ള പ്രീ ലാമിനേറ്റഡ് വന്നിരിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. അല്ല എങ്കിലാണെന്നുള്ള മൈക്ക യൂസ് ചെയ്യുക. ബോത്ത് സൈഡിൽ മൈക്ക യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു റോ ഫിനിഷിലാണെന്നുള്ള യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും നല്ലത് ഈ 2 രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ കാലാവധിയാണ് പറഞ്ഞത്. ഇതിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ ആണെന്നുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് എത്ര വർഷം നിലനിൽക്കും എന്നുള്ളതാണ് അടുത്ത ആളുകളുടെ ചിന്തയുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്ത എന്ന് പറയുമ്പോൾ ഇത് നല്ല റഫ് യൂസ് ഉള്ള ഒരു ഏരിയയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടമാനം യൂസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ആണെന്നിട്ടുള്ള അവിടെ ഇത് ഉപയോഗിക്കേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതിന് ഒരു 2 to 3 വർഷത്തിനപ്പുറത്തേക്ക് കാലാവധി ഉണ്ടാകുകയല്ല എന്നുള്ളത്. അതേസമയത്ത് നിങ്ങൾ ഇത് എവിടെയെങ്കിലും സ്റ്റിൽ വലിയ ഇളക്കമൊന്നും തട്ടാതെ അല്ലാതെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് എങ്കിൽ, അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 10 വർഷത്തിന് മേളിലാണെന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. അതായത് ഒരിക്കലും ആണെന്നൊരു ഈർപ്പം തട്ടാത്തതോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയിലോ ഒക്കെയാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും 10 years എബോവ് ആണെന്നുള്ളത് നിങ്ങൾക്കാണെന്നുള്ളത് ഈ സാധനം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം പാർട്ടിക്കിൾ ബോർഡ് അല്ലെ ചിപ്പ് ബോർഡിനെ കുറിച്ചാണെന്നുള്ള നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് ആണെന്നുള്ള അടുത്തൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ MDF, അതേപോലെ തന്നെയാണെന്നുള്ള HDF, അതേപോലെ ബോയിലോ ബോർഡ്, അങ്ങനെ ഒരു കാര്യമായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സും നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ആണെന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും കാണുക. അപ്പം